And here we are starting our third day of Malaysia. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് ബാക്കി ഇന്ന് മൊത്തം സിറ്റി ടൂറാണ്. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും. ചേട്ടനും ഫാമിലി. നമ്മളവിടെ എത്തിയിരിക്കുന്നത് ഷിങ്ഷു ടെമ്പിൾ, ഒരു ചൈനീസ് ടെമ്പിളിലാണ്. അവിടെ അകത്തെന്തോ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. One more. You have to put heart, throw heart. Try the inside one. Oh. എന്തോന്ന് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. അതെ 24 ഇവിടെ. Bright and promising future. It's the start. തുടങ്ങുവാണെന്ന്. ഇതുവരെ എല്ലാം കഷ്ടതകളായിരുന്നു. സത്യം, ഇന്ന് രാവിലെ വരെ കഷ്ടതകളായിരുന്നു. ഇന്ന് മുതൽ ഇങ്ങോട്ട് നന്നായാൽ മതിയായിരുന്നു. നശിപ്പിച്ച് അമ്പലം നശിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി ട്രൈ ചെയ്യുന്നുണ്ട്. മാട്രിമോണി പറയുന്ന നോട്ട് ഹോപ്പ്ഫുൾ എന്നാണ്. ട്രാവൽ ബി കോഷ്യസ് അലോങ് ദ വേ. ട്രാവൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കണമെന്ന്. സൂക്ഷിക്കുന്നുണ്ട് ഗൈസ്. മാട്രിമോണി ഇല്ലേ, ഹോപ്പ്ഫുൾ. കറക്റ്റ് നോക്ക്, കണ്ട മാട്രിമോണി. ജാഗരൂകനാണ് ഞാൻ ഇനി മുതൽ. ഇതുവരെ എൻ്റെ ഒരു കണ്ണ് മാത്രമല്ല, ഇനി എൻ്റെ 2 കണ്ണ് ഞാൻ അവളിലായിരുന്നു. വഴിയറിയാതെ ഞങ്ങൾ നട്ടം തിരികെയാണ്. ഞങ്ങളെയും കാത്ത് താഴെ ബസ് അവിടെ കൊണ്ട് ബസ് വിടുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും നമുക്ക് താഴെ എത്തണം. ഡു യു നോ വേർ ഇസ് ദ എക്സിറ്റ് വേ? വേർ ഇസ് ദ എക്സിറ്റ്? ഓക്കെ. ഹായ്. അതെൻ്റെ മൃഗം വണിയില്ല, അങ്ങോട്ട് കറക്കാൻ പറ്റില്ല. 99 മൊയിലാണ് അവളുടെ. 99 92 96 ഞാനെന്താ ആരോടും പറയല്ലേ. ഏതാടാ റാറ്റ്? ആരോടും പറയണ്ട. 93 കോഴി. ഓ അതല്ല. നിങ്ങളേതാ? ഏതാ ഇയർ? 95. അയ്യോ, എൻ്റെത് കുരങ്ങൻ. കാജലിന് ശരിക്കും കുതിരയാണ് കിട്ടേണ്ടത്. ഇത് എന്താണോ എന്തോ ഡ്രാഗണായി പോയത്. ആ സ്വഭാവം വെച്ച് ഡ്രാഗൺ തന്നെയാണ്. ഞാൻ എൻ്റെ മൃഗത്തിനെ കണ്ടുപിടിക്കുന്ന സമയമുണ്ട്. കാജൽ ഓടി ബസ്സിൽ കയറി. അവിടെ ഞങ്ങൾ ടൂർ ഗൈഡ് കട്ടക്കലിപ്പിലാണ്. ഞങ്ങളാണ് ലാസ്റ്റ്. ഞാൻ മിക്കപ്പോഴും ലേറ്റാവും കേട്ടോ. ഇന്ന് രാവിലെ ലേറ്റായി, ഇപ്പോഴും ലേറ്റായി. ആൻഡ് ദിസ് ഇസ് ദ കിങ് പാലസ്. ക്ലൈമറ്റ് കുറച്ച് ക്ലൗഡിയാണ്, പക്ഷേ ഇന്നലെയൊക്കെ ഇങ്ങനെ ക്ലൗഡി തന്നെയായിരുന്നു. മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു. വിശാലമായ മുറ്റമാണ്. ഇവിടെ മലേഷ്യൻ ഫ്ലാഗൊക്കെ പറക്കുന്നുണ്ട് അകത്ത്. ഓ, ഇത് മറ്റേ സാധനമാണ് കേട്ടോ. രാജാവിൻ്റെ വണ്ടി വരുമ്പോൾ താഴുന്നതും പൊങ്ങുന്നതും. ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. നോ എൻട്രി. എംബ്ലം കണ്ട അതിൻ്റെ കഴുത്തിൽ കുതിരയുടെ. ഒരു കാവൽക്കാരൻ നിന്ന് കുറങ്ങുന്നുണ്ട് കേട്ടോ. പാവം എത്ര നേരം കൊണ്ട് നിൽക്കായിരിക്കും. ഓ, ഡ്യൂട്ടി മാറുകയാണ് കേട്ടാ. ഡ്യൂട്ടി മാറുക. വേണ്ട, മർമ്മത്തിനെങ്ങാനിട്ട് ഒരു അടി കിട്ടിയാണ്ടല്ലോ. നൈസ്. പാലസിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു മഴയൊക്കെ കിട്ടി നമ്മൾ ഓടി ബസ്സിലൊക്കെ കയറി. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് മലേഷ്യൻ വാർ മോണുമെൻറ്റിന് മുന്നിലാണ്. ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, പ്ലസ് രാജഭരണമൊക്കെ ഉള്ള.
വേൾഡ് വാർ 1ലും 2ലും പങ്കെടുത്ത് മരിച്ചപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് ഈ വാർ മോണുമെൻറ്റ്. ഇവിടെ അല്ലാതെ വാറൊന്നും നടന്നിട്ടില്ല കേട്ടോ. ഇതൊരു ഫുൾ ടൂറിസമാണ് ഇവരുടെ ഫുൾ ഒരു റവന്യൂ. സോ ഇവരങ്ങനെ വാറിലൊന്നും എൻഗേജ്ഡ് ആവുന്ന ഒരു കൺട്രി അല്ല. ഇവരാകെ പങ്കെടുത്തിട്ടുള്ളത് വേൾഡ് വാർ 1ഉം 2ഉം ആണ്. അതും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നപ്പോഴാണ് ഇവർക്ക് നിർബന്ധിതമായും പങ്കെടുക്കേണ്ടി വന്നത്. അങ്ങനെ മരിച്ച 1000ഓളം സോൾജേഴ്സിൻ്റെ സ്മരണാർത്ഥമാണ് ഇതിവിടെ പണി കഴിപ്പിച്ചത്. എന്ത് നല്ലതാണല്ലേ, വാറൊന്നും ഇല്ലാത്തൊരു കൺട്രി, ഫുള്ള് ടൂറിസം സപ്പോർട്ട് ചെയ്യുന്ന. നമ്മുടെ ഇന്ത്യക്കാരെ പോലെ ഇവർക്ക് വലിയ സ്ട്രഗിളൊന്നും ഇല്ലായിരുന്നു കേട്ടോ സ്വാതന്ത്ര്യം കിട്ടാനായിട്ട്. ഒരു ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്ന് ചർച്ച ചെയ്ത് ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്യുകയായിരുന്നു എന്നാണ് ഗൈഡ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. നമ്മളെ ഇന്ത്യക്കാർ പക്ഷെ അങ്ങനെയല്ല. എത്ര വർഷത്തെ നൂറ്റാണ്ടുകളുടെ സമര ചരിത്രമുണ്ട് പറയാനായിട്ട്. അതും ശരിക്കും നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു പോരാട്ട വീര്യം കാണിച്ചു തരുന്ന സംഭവമല്ലേ അല്ലേ? ഓ നൈസ്. ഇതിനകത്തോട്ടുള്ള പാലമാണ്. ഇതിന് ചുറ്റും ഒരു ഫൗണ്ടൈനുണ്ട്, വാട്ടർ ഷോ ഒക്കെ ഉണ്ട്. ഡെഡിക്കേറ്റഡ് ടു ദ ഹീറോയിക് ഫൈറ്റേഴ്സ് ഇൻ ദ കോസ് ഓഫ് പീസ് ആൻഡ് ഫ്രീഡം എന്നാണ് ആ ബലകത്തിൽ എഴുതി വെച്ചേക്കുന്നത്. നല്ല രസമുണ്ടല്ലേ ഈ സ്കൾപ്ചർ, സൂപ്പറായിട്ടുണ്ട്. ഇതാണ് എക്സിറ്റ്. നമുക്കില്ലേ കൂടെ കറങ്ങി അതിലേ കൂടെ ഇറങ്ങി അങ്ങനെ ഇറങ്ങി ഇങ്ങ് പോവാം. ഇത് പണ്ട് ബ്രിട്ടീഷുകാർ ക്രിക്കറ്റ് കളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു. ഇവിടെ വെച്ചായിരുന്നു അവരുടെ ഇൻഡിപെൻഡൻസ് ഡിക്ലറേഷനൊക്കെ നടന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആരും ക്രിക്കറ്റ് കളിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ പിച്ചൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഓഫ് മൈ ഫുട്ട്, എൻ്റെ ഷൂവിൻ്റെ ഈ പുതിയ ഷൂ ആയിട്ട് ജെർക്കായിട്ട് എൻ്റെ ഇവിടുത്തെ സ്കിൻ പൊട്ടും, നടക്കാൻ വയ്യത് കിട്ടുന്നുണ്ട് ഇപ്പോൾ. സ്ട്രഗ്ലിങ് അലോട്ട്. ഇത് ഈ കാണുന്നത് ഒരു പഴയ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ ബിൽഡിംഗ് ആയിരുന്നു. ഇതിപ്പോൾ അണ്ടർ റിനോവേഷനിലാണ്. അതുകൊണ്ട് നമുക്ക് പുറത്തു നിന്ന് കാണാൻ പിക്കെടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റിനോവേറ്റ് ചെയ്ത് വരുമ്പോൾ സൂപ്പറായിരിക്കും. ഇവർ നല്ല രീതിയിലൊക്കെ ആ ഒരു പഴമയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. We got the talk. ഞങ്ങളിപ്പോൾ ഉള്ളത് ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് മലേഷ്യയിൽ. നല്ല ചോക്ലേറ്റിൻ്റെ മണമുണ്ട് കേട്ടോ. എന്താ പറഞ്ഞു? നമസ്തേ. നമസ്തേ. നമസ്കാർ. നമസ്കാർ. വെൽക്കം ടു മലേഷ്യ. വെൽക്കം ടു അവർ ഹാരിസൺ ബുട്ടീക്. മൈ നെയിം. ഇനി കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇത് 3 എണ്ണം കിട്ടി. ഏതാണ്? ആൽമണ്ടാ? 260. So we got the dark almond. We got the coconut tenga chocolate, and last flavor we have tiramisu vita. We have 7, but you can take 7 free 2 like this, one set. Buy 7 free 2. This is combo set. ഇതെന്തുവാടാ സംഭവം? ഇതെന്തിനുള്ള ചോക്ലേറ്റ് ആണ്? വയാഗ്ര ചോക്ലേറ്റ് ആണല്ലേ? മേടിച്ചു വെച്ചോടാ. നമുക്കിനി 2-3 വർഷത്തേക്ക് ഇത് ആവശ്യമില്ല. അതോടെ വൈ നീ പോയി മറ്റേ ബദാം ഇടും. നിങ്ങളിത് മേടിരി. രാത്രി ഓരോന്ന് വിധം കഴിച്ചാൽ മതി. എന്നിട്ട് നീ പറ. അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും മലേഷ്യ വരുമ്പോൾ അല്ലേ അതെ അതെ അതെ. ആൻറ്റി പേരെന്താണ്? സുമ. നാട്ടിലെവിടെ? എന്തോ ഒരു ഈ സോളോ ട്രിപ്പിന്റെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നാണ് മോള് എനിക്ക്. അവള് ലണ്ടനിലാണ്. ബർത്ത്ഡേ അവളെല്ലാം ചെയ്തു. സ്പോൺസർ അവളാണ്. 450 റിങ്കറ്റ്സിന് ഇവിടുന്ന് ചോക്ലേറ്റ്സ് മേടിച്ചു എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ 10,000 രൂപീസ്. ആൻറ്റി റിച്ച് ആണ് കേട്ടോ. ഇവര് റിച്ചാണ്. അവൻ എന്തു ആവാം. അവൻ ഫോറക്സ് കാർഡ് കൈകൊണ്ട് നടക്കുന്നതാണ്. എല്ലാവരും ഞങ്ങളുടെ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്യാം. അനു തെരേസ യൂട്യൂബില് ദ ബെസ്റ്റ് വിത്ത് അനു. നിന്റെ ചാനൽ എന്റെ ചാനലിൽ തന്നെ കാണാൻ ആരുമില്ല. അപ്പോഴാണ് അതിനിടയ്ക്ക് അവരെ ചാനലിലെ പ്രൊമോട്ട്. ഇതൊക്കെ വരുമായിരിക്കും. ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റ് കഴിഞ്ഞ് പുറത്തുനിന്ന് ഫോട്ടോ എടുത്ത് ഞങ്ങൾ ബസ്സിലോട്ട് കയറാൻ പോവുകയാണ്. ഇന്നത്തെ എസ്തെറ്റിക് വീഡിയോ ഞാനാണ് എടുക്കുന്നത്. ഞാൻ നന്ദോണനെ ഞെട്ടിക്കും.
അതുകൊണ്ട് തന്നെ എൻ്റെ എസ്തറ്റിക് സെൻസ് കണ്ടിട്ട് ഞെട്ടണം. അതെ, ഞെട്ടി വീഴണം. ഇപ്പം നമ്മൾ എവിടെയാണ് പോണത്? അക്വേറിയം. മറൈൻ അക്വേറിയം, നമ്മൾ ഓൾറെഡി കോലാലംപൂർ, മലേഷ്യ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കടലിനടിയിലുള്ള നമ്മൾ മറൈൻ വേൾഡ് കാണാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. മറൈൻ വേൾഡിലോട്ട് കയറാൻ പോവുകയാണ് ഗായ്സ്. അയ്യോ അവിടെ പിടിച്ചില്ല. ഓ മൈ ഗോഡ്, ഫസ്റ്റ് പിരാന ടാങ്കാണ്. പക്ഷെ ഇതിനൊന്നും പല്ലില്ലടാ, അത്ര പല്ലൊന്നുമില്ല. അല്ല അങ്ങനെ ഇവിടെ എന്തുവാണ്? ക്രാബാ? അവിടെ ക്രാബ് അത് ഇത് കണ്ട ഓ എല്ലാം കാണാവൂടാ. സാധനം വരാനില്ല, കുഴപ്പമില്ല. അങ്ങനെ എന്നെ കണ്ട് പേടിക്കുന്നത് ഇതായിരുന്നു. ആ പുള്ളിക്കാരൻ ഇവിടെ ഒരു സ്നേക്ക് ഉണ്ട്, കണ്ടോ? അല്ലേ ഒരു ഗൗണ് ഇട്ട് പാർട്ടിക്ക് പോകണ പോലെ ഉണ്ട്. പോട്ടഡ് ഗാർഡൻ ഈൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഒരു വലിയൊരു ഐറ്റമാണ് ഇത് ഇവിടെ കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. നമ്മൾ ടണലിലേക്ക് കയറാൻ പോവുകയാണ്. ഓ എടാ, ഇത് മൂവ് ആവുന്നുണ്ട് ഈ പ്ലാറ്റ്ഫോം. മനസ്സിലായോ? ആ ഇവിടുത്തെ ഒരു സ്റ്റാഫും ഉണ്ട് കേട്ടോ ഇവിടെ കയറി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കൂടെ പോകുന്നത് ഭയങ്കര രസം. Korean KLCC is a place of visit today. Have a good day, everyone. അവി നിന്റെ തലേന്റെ മേളിൽ കൂടെ പോയിരുന്നു. എടാ എന്താ ഇത്രയും ചെറുതായിട്ടൊക്കെ കാണുന്നു? എന്റെ പൊന്നോ, ഇതെന്തോന്ന്? ഇതിപ്പോൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് നമ്മൾ ആക്ച്വൽ സൈസിന് 30% നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോഴതിൻ്റെ ഒറിജിനൽ സൈസ് ഒന്ന് ആലോചിച്ച് നോക്കി. അതിന് വാലിതേ ഇവിടം വരെ ഉണ്ട്. ഇഷ്ടമായില്ല അതിന്റെ വാല് വരുന്ന സൈസ് നമ്മളതിന്റെ വയറിൽ കൊള്ളിട്ടോ. സീൻസാണ്. കുഞ്ഞിനെ നമുക്ക് ഇതെല്ലാം കാണിച്ചു കൊടുക്കും. That's the end of Marine Aquarium. In Malaysia. അങ്ങനെയല്ല, നമ്മളിതിനെയൊന്നും അല്ലാതെ നേരിട്ടൊന്നും കടലിനടിയിൽ പോയൊന്നും കാണാനൊന്നും പോണില്ല. കടലിൻ്റെ അടിയിലുള്ള ഇത്രയും സാധനങ്ങളൊക്കെ അവർ കാണിച്ചു തരിക എന്നുള്ളത് ഇതൊരു ഭയങ്കര ഒരു സംഭവമാണ്.
ഇതിനോട് പറഞ്ഞ പോലെ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഇത് വർത്തായിരിക്കും, അല്ലെങ്കിൽ ഇവർക്കൊന്നും വലിയൊന്നും കാണത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു വൺസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. നമ്മുടെ നാട്ടിലെ മറ്റേ ഓണത്തിനും ക്രിസ്മസിനും വരുന്ന പോലത്തുള്ള അക്വാപ്പല്ല, കുറച്ചും കൂടെയൊക്കെ എഫക്റ്റ്ഫുള്ളായിരിക്കും. നമുക്ക് ലൈവ് സാധനങ്ങളെ ഇത്ര അടുത്ത് കാണാൻ പറ്റും. അതും ആരും ഉണ്ടാനും തള്ളാനും ഒന്നും കാണത്തില്ല, നമുക്ക് നിന്ന് കാണാം. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് ഇനി ഞങ്ങൾ ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് നേരെ ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിഞ്ഞിട്ട് അവർ നമ്മളെ റൂമിൽ ഡ്രോപ്പ് ചെയ്യും. നമ്മളവിടെ ചെന്ന് സ്വിമ്മിംഗ് പൂളിൽ ചാടും. അത് കഴിഞ്ഞ് രാത്രി അടിയൊന്നും ഇല്ലെങ്കിൽ കറങ്ങാനിറങ്ങും. Seafood like what kind of fish? Prawn and squid. One tom yum and one seafood fry. 34. ഇതാണ് ഇവിടുത്തെ 20 റുപ്പി കാണുന്നുണ്ടോ? ഇതാണ് ഇവിടുത്തെ 5 രൂപ. ഇതാണ് ഇവിടുത്തെ 1 രൂപ. 1 രൂപ നമ്മുടെ നാട്ടിലെ 22 രൂപയ്ക്ക് ഈക്വലാണ്. ഇതാണ് സീ ഫുഡ്, ഇതാണ് ചിക്കൻ. നമ്മളെ ലഞ്ചിലോട്ട് കറക്കുകയാണ്. ഇവിടെ ബ്രോസ്റ്റഡ് വിത്ത് റൈസ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ഇത് സീ ഫുഡ് ഫ്രൈഡ് റൈസ് ആണ്. സീ ഫുഡ് ഫ്രൈഡ് റൈസിലെ പ്രോൺസ് ഒക്കെ ആദ്യമേ പോയല്ലേ. ഇതാണ് ആ സാധനം. ഫുഡ് കഴിഞ്ഞു, വയറ് നിറഞ്ഞു. നമ്മളിപ്പോൾ കൂടുതൽ നമ്മൾ ചൈനീസ് ഫുഡായിട്ട് അഡാപ്റ്റ് ആയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചൈനീസ് ഫുഡേ അല്ല, പക്ഷെ എന്നാലും ഞങ്ങൾ അഡാപ്റ്റ് ആയിരിക്കുന്നു. വയറ് നിറയാൻ തുടങ്ങിയിരിക്കുന്നു. സംതൃപ്തി കിട്ടാൻ തുടങ്ങി. അതെ. പരിപാടി നല്ല സൂപ്പർ കിണ്ണം കാച്ചിയ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇവിടെ നേരെ റൂമിൽ പോകുന്നു. പുറത്തോട്ട് പോകുന്നെങ്കിൽ പോകുന്നു. മഴ മാറുവാണെങ്കിൽ പോകും പുറത്തോട്ട്. ഇനി നാളെ ചൈന മാർക്കറ്റ്, സെൻട്രൽ മാർക്കറ്റ്, ഇവിടേക്കാണ് പോകുന്നത്. ഷോപ്പിംഗ്, മെയിൻലി ഫോക്കസിങ് ഓൺ ഷോപ്പിംഗ് ആണ്. ഓക്കെ അപ്പം ബൈ. ശരി, ടാറ്റാ, ബൈ, സീ യു.